തിരുവനന്തപുരത്ത് നാടിനെ നടുക്കി കൂട്ടക്കൊല. വെഞ്ഞാറമൂട് തേന്മലയിൽ 23-കാരൻ 5 പേരെ വെട്ടിക്കൊലപ്പെടുത്തി. പ്രതിയുടെ വെട്ടേറ്റ് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലുള്ളവരുമുണ്ട്. പെരുമല സ്വദേശി അഫാൻ വെഞ്ഞാറമാട് പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങി. ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പോലീസിനെ ഇയാൾ അറിയിക്കുകയും ചെയ്തു. ഇയാളുടെ പെൺസുഹൃത്തിനെയും സഹോദരനെയും അടക്കം ഉള്ള കൊലപാതകമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. സഹോദരൻ 14 വയസ്സുകാരനാണ്. 5 പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഒരാൾ ഗുരുതരാവസ്ഥയിലാണ് എന്ന് മനസ്സിലാകുന്നു. വിവിധ ഇടങ്ങളിലായാണ് ഈ കൊലപാതകം സംഭവിച്ചിരിക്കുന്നത്. സാമ്പത്തിക ബാധ്യതയാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് മൊഴിയുണ്ട്. വൻ തുകകൾ കടം വാങ്ങിയിരുന്നു. ഇതിൽ അമ്മ ഷമീനയാണ് ഗുരുതരാവസ്ഥയിലുള്ളത്. സൽമ ബീവി, അഹസാൻ, ലത്തീഫ്, ഷാഹിദ, ഹർഷാന എന്നിവരാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്ന വാർത്ത കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഞെട്ടിപ്പിക്കുന്ന വിവരമാണ്. ഒരാൾ ആണ് ഈ കൊലപാതകത്തിനൊക്കെ പിന്നിൽ എന്നറിയുമ്പോൾ എന്താണ് സംഭവിച്ചത് എന്നതിന്റെ വിശദാംശങ്ങൾ കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. ഗോകുലം മെഡിക്കൽ കോളേജിലടക്കം മൃതദേഹങ്ങളുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. പേരുമല സ്വദേശി അഫാൻ എന്ന 23 വയസ്സുകാരനാണ് ഈ 6 കൊലപാതകങ്ങളും നടത്തിയത്. ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവെക്കുന്നു. ഡാൻ, വലിയ വാർത്തയാണ്, വലിയ ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ്. എന്താണ് ഇയാൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്? എന്താണ് വിശദാംശങ്ങൾ? രഞ്ജിത്ത്, ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് തലസ്ഥാനത്ത് ഇങ്ങനെ ഒരു ഞെട്ടിക്കുന്ന കൊലപാതകം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ പേരുമല സ്വദേശി അഫാനാണ് 6 പേരെ താൻ ആക്രമിച്ചു. ഇപ്പോൾ അബ്ദൂർ പ്രകാശ് MP ടെലിഫോൺ ലൈനിലുണ്ട്. MP-ക്ക് എന്താണ് മനസ്സിലായത്? 6 പേരുടെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ സർ? ഞാന് അവിടെ സ്ഥലത്തില്ല, ഡൽഹിയിലാണ്. നാളെ നടക്കുന്ന റെയിൽവേയുടെ ഒരു മീറ്റിംഗുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ഡൽഹിയിൽ എത്തിച്ചേർന്നതാണ്. ഈ വിഷയം ഇപ്പൊ നിങ്ങൾ ഈ പറയുന്ന കാര്യം എനിക്ക് കാണാൻ കഴിഞ്ഞത് ദൃശ്യമാധ്യമത്തിലൂടെയാണ്. 6 പേരുടെ കൊലപാതകം നടത്തി എന്നാണ് ഒരു ചെറുപ്പക്കാരൻ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയിട്ട് പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഇതിന്റെ കാരണങ്ങൾ എന്നതിനെ കുറിച്ച് നിങ്ങൾ അറിയുന്നത് പോലെയുള്ള കാര്യങ്ങൾ മാത്രമാണ് എനിക്കും ഇപ്പോ അറിയാൻ കഴിയുന്നത്. ഞാൻ എന്റെ അവിടെയുള്ള പാർട്ടി പ്രവർത്തകരുമായി ബന്ധപ്പെട്ടിരുന്നു. അവര് ഗോകുലം മെഡിക്കൽ കോളേജില് പിന്നെ അവര് ഉണ്ട്. അവരവിടെ പോയി കാര്യങ്ങൾ അന്വേഷണം നടത്തുന്നതിന് വേണ്ടി പോയിട്ടുണ്ട്. അത്രമാത്രമാണ് ഇപ്പോൾ എനിക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ ചെറുപ്പക്കാരൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ തയ്യാറായപ്പോ അതിന്റെ പിന്നിലുള്ള കാര്യം സത്യത്തില് മയക്കുമരുന്നിന് അടിമപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണോ ഇത് ചെയ്തത്, അല്ലെങ്കിൽ 6 പേരെയൊക്കെ കൊല ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ എങ്ങനെ കിട്ടി എന്നതിനെ കുറിച്ചൊക്കെ സത്യത്തിൽ അത് അറിയേണ്ട കാര്യമാണ്. അറിയുക മാത്രമല്ല, ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾക്ക് നിശ്ചയമായും അതിന് വേണ്ട നടപടികൾ തീർച്ചയായിട്ടും ഉണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഉണ്ടാകേണ്ടതായിട്ടുള്ളത്. ശരി. അതെ, MP അദ്ദേഹം ഡൽഹിയിലാണ്. അദ്ദേഹം വിവരങ്ങൾ ശേഖരിച്ച് വരുന്നതേ ഉള്ളൂ. ശ്രീ ജലീൽ എന്ന ഒരാൾ കൂടിയുണ്ട്. ജലീൽ ഈ സംഭവത്തിന് ദൃക്സാക്ഷിയാണ്. ജലീൽ, എന്താണ് സംഭവിച്ചത്? ഈ അഫാൻ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? നമസ്കാരം. ഞാന് വെഞ്ഞാറമൂട് ഈ മാണിക്കോട് മഹാദേവ ക്ഷേത്രത്തിൽ ശിവരാത്രി ഉത്സവം നടക്കുന്ന സ്ഥലത്ത് ഞങ്ങളുടെ 3 ആംബുലൻസുമായിട്ട് കിടക്കുകയായിരുന്നു. ആ സമയത്ത് പെട്ടെന്നൊരു കോൾ വന്ന് 3-4 ആംബുലൻസ് പെട്ടെന്ന് വരണമെന്നും പറഞ്ഞിട്ട് അറിയിപ്പ് വന്നത് പേരുമല സൈഡിലേക്ക്. താങ്കൾ ആംബുലൻസ് ഡ്രൈവറാണോ? ഞാൻ ആംബുലൻസിന്റെ ഡ്രൈവറാണ്. എനിക്കൊരു അഗതി മന്ദിരമുണ്ട്. അപ്പം പെട്ടെന്ന് തന്നെ ഞങ്ങള് 3 പേര് സ്പോട്ടിൽ അപ്പോഴേ തന്നെ വണ്ടിയെടുത്ത് പോയി. വണ്ടിയെടുത്ത് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് വേറെ 108 വന്നിട്ടുണ്ടായിരുന്നു. 2 പേരെ പുറത്തേക്ക് ഇറക്കി. 3-ാമത്തെ ആളിന് സ്റ്റെയർ ടെറസിന്റെ മണ്ടയിലായിരുന്നു. ഒരു വീട്ടിലാണല്ലേ ഇത്? ഒരു വീട്ടില് 3 പേര് മരിച്ചു കിടക്കായിരുന്നു. അതെ. ചെന്ന് കയറുമ്പോൾ തന്നെ ആ വീട്ടിന്റെ അകത്തേക്ക് ഫുള്ള് രക്തം തളം കെട്ടി കിടക്കുന്ന അവസ്ഥയിലായിരുന്നു. പിന്നെ സ്റ്റെപ്പ് കയറി മേളിലോട്ട് പോയി വാതില് ഞാൻ ടോർച്ചടിച്ച അകത്തോട്ട് കയറിയപ്പോഴത്തേക്ക് ഒരു പെൺകുട്ടി ഇരിക്കുന്ന നിലയിലായിരുന്നു. ഇരിക്കുന്ന നിലയില് തലയ്ക്ക് ഗുരുതരമായിട്ടുള്ള പരിക്കുണ്ടായിരുന്നു. ഉടനെ തന്നെ സ്ട്രെച്ചർ വരുത്തിയിട്ട് കുട്ടിയും കൂടെ കയറ്റി. എത്ര വയസ്സുള്ളവരൊക്കെയാണ് ഈ പെൺകുട്ടിയും സഹോദരനും ഉണ്ടെന്ന് തോന്നുന്നല്ലേ? അതെ, സഹോദരൻ, പിന്നെ അമ്മ. ഈ പെൺകുട്ടിയുടെ അമ്മയാണല്ലേ? പെൺകുട്ടിയുടെ അമ്മയാണ്? പെൺകുട്ടിയുടെ അമ്മയല്ല, അവന്റെ അമ്മയാണ്. അവന്റെ അമ്മയാണോ? ശരി. പക്ഷെ ഇതില് 5 പേര് മരണപ്പെട്ടു എന്നുള്ളതാണ് സ്ഥിരീകരണം പറയുന്നത്. അവന്റെ അമ്മ അതീവ ഗുരുതരാവസ്ഥയിൽ ഇപ്പോഴും ഗോകുലത്തിലുണ്ട്. ഞാനിപ്പോ ഗോകുലത്തിന്റെ വാതിക്കൽ തന്നെ നിൽക്കുകയാണ്. അത് ശരി.
ഇത് ഇവര് ഈ പറഞ്ഞ പോലെ ഇയാള് ഈ പോലീസ് സ്റ്റേഷനിലെത്തിയാണ് ഈ വിവരങ്ങൾ പറഞ്ഞത്. ഈ എങ്ങനെയാ താങ്കൾ കണ്ട കാഴ്ച എന്തായിരുന്നു? വെട്ടിക്കൊലപ്പെടുത്തിയതാണോ അതോ? അല്ല, വെട്ടിക്കൊലപ്പെടുത്തിയ ഒരു ഇതില്ല. പെൺകുട്ടിയാണ് യഥാർത്ഥം പറഞ്ഞാൽ ഞാൻ കണ്ടത്. പെൺകുട്ടിയുടെ തലയ്ക്ക് തലയിലാണ് മാരകമായിട്ടുള്ള ഒരു മുറിവ് കണ്ടത്. അത് ഒന്നില്ല ഹാമറോ ഇല്ലെങ്കിൽ ഈ വെട്ടുകത്തി പോലത്തെ അതിന്റെ പുറം മാട് പോലെ ഈ പുറവ് വശയില്ലേ കൈപ്പിടിയില അതുപോലെ എന്തെങ്കിലും വെച്ച് ഇടിച്ചതുപോലെയൊക്കെയാണ് ഇരുന്നത്. മറ്റുള്ളവരുടേത് ഞാൻ പൂർണ്ണമായിട്ട് കണ്ടില്ല. അപ്പോഴേക്കും വണ്ടിയിൽ അവരെയൊക്കെ കയറ്റി കഴിഞ്ഞിരുന്നു. ഇപ്പോൾ ഈ 3 മൃതദേഹങ്ങൾ ഈ ഗോകുലം മെഡിക്കൽ കോളേജിലുണ്ട്. 2 മൃതദേഹങ്ങളും ഒരു അതീവ ഗുരുതരാവസ്ഥയിലുള്ള ഉമ്മയും. മറ്റു 2 പേര് എവിടെയാണെന്നുള്ളത് അറിഞ്ഞിട്ടുണ്ടോ? എസ് എൻ പുരം, വെള്ളാഞ്ചിറ, പിന്നെ ഒന്ന് പാങ്ങോട്. ഇങ്ങനെയാണ് ഞാൻ അറിഞ്ഞത്. അത് ഞാൻ ന്യൂസിലൂടെയൊക്കെ കണ്ട് മനസ്സിലാക്കിയതാണ്. അതെ അതെ അതെ. ഇപ്പൊ എന്താ അവിടുത്തെ ആശുപത്രിയിൽ നിന്നുള്ള ബന്ധുക്കൾ, ഇവരുടെ ബന്ധുക്കൾ ആരെങ്കിലും എത്തിച്ചേരുക അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? ബന്ധുക്കൾ എത്തിയിട്ടുണ്ട്. പക്ഷെ അവരെല്ലാവരും വളരെയധികം പിന്നെ വിഷമാവസ്ഥയിലാണ്. വാർഡ് മെമ്പർമാര്, പഞ്ചായത്ത് പ്രസിഡന്റ്, അവിടുത്തെ പ്രാദേശിക രാഷ്ട്രീയ നേതാക്കൾ എല്ലാവരും ഉണ്ട്. അവരെല്ലാവരും വന്ന് വെയിറ്റ് ചെയ്യുകയാണ്. മറ്റുള്ള ഇവരെ ഈ ഹോസ്പിറ്റലിൽ നിന്ന് മാറ്റുന്ന ഇതിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. താങ്കളുടെ സ്ഥലത്തിനടുത്താണോ ഈ പ്രദേശം? അതെ അതെ അതെ. ഞാൻ എന്റെ സൈക്കോ സോഷ്യൽ സ്ഥാപനം പ്രവർത്തിക്കുന്നതിന് ഒരു 1 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. അവിടെ വാർഡ് മെമ്പർ അടുത്തുണ്ടോ? പരിചയമുള്ള ആളാണോ? വാർഡ് മെമ്പർ പരിചയമുള്ള ആളുണ്ട്. പക്ഷെ മുൻ വാർഡ് മെമ്പറാണ്. ഒന്ന് കൊടുക്കുമോ? ഫോൺ കൊടുക്കുമോ? കൊടുക്കാം. അതിന്റെ പേരെന്താണ്? ബിനു. ഫോൺ കൊടുത്താട്ടെ. ഓക്കെ. ഹലോ ശ്രീ ബിനു, ഞാൻ നമസ്കാരം, ന്യൂസ് 18 ചാനലിൽ നിന്നാണേ. നമസ്കാരം. എന്താണ് ഈ ബിനുവിന് എന്താ മനസ്സിലായത്? ഇവര് പരിചയമുള്ള ആളുകളൊക്കെ ആണോ? അല്ല, ഇത് പേരുമല നമ്മുടെ പഞ്ചായത്തിന്റെ തൊട്ട് സമീപത്തുള്ള ഒരു സ്ഥലമാണ് പേരുമല. ഞാനിപ്പോ ഹോസ്പിറ്റലിൽ വന്നു, ഇത് അറിഞ്ഞിട്ട് ഇവിടെ വന്നായിരുന്നു. അപ്പൊ വരുമ്പോഴത്തേനും നമുക്ക് നേരത്തെ നടന്ന ഇതിനെ കുറിച്ചൊന്നും അറിയത്തില്ല. പിന്നെ ഞാനിപ്പോ വേറൊരു ആവശ്യമായിട്ട് ആശുപത്രിയിൽ വരുമ്പോഴത്തേനും ഞാൻ കയറി കണ്ടതാണ്. പക്ഷേ പിന്നെ എന്ത് പറയാനായിട്ട് ഇപ്പോഴത്തെ തലമുറ നമുക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകും. അല്ല, അഫാനെ ബിനുവിന് പരിചയമുണ്ടോ? ഇല്ല, പുള്ളിയെ എനിക്ക് പരിചയമില്ല. ഈ വീട്ടുകാരെയും വലിയ പരിചയമില്ല? ഇല്ല, വീട്ടുകാരെ പരിചയമില്ല. നമ്മൾ പൊതുപ്രവർത്തകരായതുകൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കാണുമ്പോൾ ഓടി എത്തുന്നതാ. പക്ഷെ ഇത് എന്ത് പറയാനായിട്ട് നമുക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. അത്തരത്തിൽ ക്രൂരമായ ഒരു സംഭവം ആയിപ്പോയി. ഈ സാമ്പത്തിക പ്രശ്നമൊക്കെയാണെന്ന് പറയുന്നു. സാമ്പത്തിക പ്രശ്നം ഈ പയ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ഒരു തൊഴിലില്ല. അവൻ ജോലിക്ക് വേണ്ടി അന്വേഷിച്ചുകൊണ്ടിരിക്കുവാണെന്നൊക്കെയാണ് അറിയുന്നത്. പിന്നെ ഈ ഇന്ന് അവൻ ഈ പറഞ്ഞതുപോലെ പല സ്ഥലങ്ങളിലായി പോയി ഈ കാര്യങ്ങൾ ചെയ്തു വരുമ്പോഴത്തേനും അവന്റെ മാനസിക നില അത് എന്താണ് ഡിപ്രഷൻ എന്ന് നമുക്കൊന്നും അറിയാൻ പറ്റത്തില്ല. മാത്രമല്ല ഞാനിപ്പോ ആ ഉമ്മായെ കണ്ടായിരുന്നു. അവരിപ്പോ പിന്നെ ഇത് കഴിഞ്ഞായിരുന്നു അവരുടെ സ്കാൻ, CT സ്കാൻ കഴിഞ്ഞ് അവരെ ഇപ്പോ ICUലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോഴും ഞാനും കൂടെ ഉണ്ടായിരുന്നു. അവരുടെ ആരോഗ്യനില എങ്ങനെയുണ്ട്? പക്ഷെ ഉമ്മ എന്തായാലും പിന്നെ അപകട നില തരണം ചെയ്തിട്ടില്ല എങ്കിലും ആശ്വാസത്തിന് വകയുണ്ട് കേട്ടോ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് പിന്നെ കൈയും കാലും ഒക്കെ ചരിക്കുന്നുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നും ഞാൻ അവരെ തള്ളിക്കൊണ്ട് വരുമ്പോഴത്തേനും ശ്രദ്ധിച്ചായിരുന്നു. അവർക്ക് അങ്ങനെ മറ്റ് പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാലും ഞാൻ സിസ്റ്ററോട് ചോദിച്ചു, പറഞ്ഞു അപകട നില തരണം ചെയ്തിട്ടില്ല. എന്നാലും നമ്മൾ പിന്നെ ആശയ്ക്ക് വകയുണ്ട് അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം. ഈ 3 പേരാണല്ലേ ആ ഗോകുലത്തിൽ കൊണ്ടുവന്നത്? ഗോകുലത്തിൽ ഇപ്പോൾ ഉള്ളത് 3 പേരാണ്. 2 മൃതദേഹങ്ങളാണ്. 2 മൃതദേഹങ്ങൾ. എന്ത് പ്രായമുള്ള ആളുകളാണ്? ഇത് പെണ്ണിനൊരു 20 വയസ്സും ചെറുക്കന് 14 വയസ്സും എന്ന് പറയുന്നു. പക്ഷേ ആ പയ്യന്റെ ശരീരത്തിന്റെ വളർച്ച വെച്ച് നോക്കുമ്പോഴത്തേനും ഒരു 10-18ഓളം വയസ്സിന്റെ ആ കിടപ്പ് കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അത്തരത്തിലാണ് ഉള്ളത്. ഇവരുടെ ബന്ധുക്കളൊക്കെ എത്തിയോ അവിടെ? ഇവിടെ ബന്ധുക്കൾ എന്ന് പറയാനായിട്ട് പിന്നെ ഈ പേരുമലയിലുള്ള പിന്നെ പൊതുപ്രവർത്തകരും പഞ്ചായത്ത് ആൾക്കാരും എല്ലാം ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിലുണ്ട്. പിന്നെ ഒത്തിരി ആൾക്കാർ ഇതിന്റെ പിന്നെ ബന്ധുക്കളായൊക്കെ. പക്ഷെ അത് ആരൊക്കെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നില്ല. അത് വല്ലാതെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമായി പോയി അല്ലേ? തീർച്ചയായിട്ടും. നമ്മളെ ഈ സമീപകാലത്ത് നമ്മളിപ്പോ ഈ അടുത്ത കാലത്ത് ഒരു ഉമ്മയെ കഴുത്തറുത്ത് വന്നു എന്ന് പറഞ്ഞ വാർത്ത തന്നെ വളരെ നടക്കുന്നതായിരുന്നു. പക്ഷെ ഇത് അങ്ങേയറ്റം ഇതിന് ഈ ക്രൂര കൊലപാതകം എന്നല്ല പറയേണ്ടത്. ഇത് പിന്നെ ഇപ്പൊ ഒരാളെ പാങ്ങോടുന്ന് കൊന്നിട്ട് എത്രയോ മണിക്കൂർ സഞ്ചരിച്ചാണ് വേറെ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഈ പിന്നെ സ്നേഹപുരം എന്ന് പറയുന്ന സ്ഥലത്ത് വരുന്നത്. അവിടെയും ഇത് കഴിഞ്ഞിട്ട് അവൻ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോ ഉച്ചകൂടിയാണെന്ന് ഇവിടെ പേരുമല എത്തുന്നത്.
സമീപത്തുള്ള ഒരു മനുഷ്യന് ഒന്നും അറിയാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഒരു ഒച്ചയോ ബഹളവും ഇല്ലാതെ കൃത്യം ചെയ്തു. ആ പെൺകുട്ടിയെ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ജലീലാണ് കൂട്ടി എടുത്തിട്ട് വന്നത്, നമ്മുടെ ആംബുലൻസ് ഡ്രൈവർ. അദ്ദേഹത്തിന് നമ്മൾ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അത്രയ്ക്കും ഒരു സാഹചര്യത്തിൽ നിന്നാണ് ആ പുള്ളിക്കാരനെ കുട്ടിയെ റിക്കവർ ചെയ്ത് കൊണ്ടുവന്നത്. തീർച്ചയായിട്ടും ജലീലിനെ ആരാണ് വിളിച്ചറിയിച്ചത്? ജലീലിനെ വിളിച്ചറിയിച്ചാൽ ഞാൻ കൊടുക്കാം. ഹലോ, ജലീലിനെ ഇത് വിളിച്ചറിയിച്ചത് ആരായിരുന്നു? വിളിച്ചറിയിച്ചത് നാട്ടുകാരിലാരോ ആണ്. ആ നാട്ടുകാരിലാരോ വിളിച്ച് പെട്ടെന്ന് അറിയിക്കായിരുന്നു. പെട്ടെന്ന് 3-4 ആംബുലൻസ് വേണമെന്നാ പറഞ്ഞത്. അങ്ങനെയാ പെട്ടെന്ന് നമ്മുടെ ഈ ക്ഷേത്രത്തിന്റെ മേളയ്ക്ക് കിടക്കുകയായിരുന്നു. അവിടുത്തെ സുരക്ഷയ്ക്ക് വേണ്ടി ഫയർഫോഴ്സ്, പോലീസ്, ആംബുലൻസ് ഒക്കെ അവിടെ കിടക്കുകയായിരുന്നു. അങ്ങനെ എന്റെ തന്നെ 3 ആംബുലൻസും പെട്ടെന്ന് തന്നെ അവിടെ എത്തി. ജലീൽ ചെല്ലുമ്പോ ഈ ആർക്കെങ്കിലും ഈ 3 പേരിൽ ഒരാൾക്ക് മാത്രമേ ജീവൻ ഉണ്ടായിരുന്നോ? 2 പേര് മരിച്ച നിലയിലായിരുന്നോ? ഞാൻ പയ്യനെ കണ്ടില്ല. ഉമ്മയ്ക്ക് ജീവൻ ഉണ്ടായിരുന്നു അപ്പോഴും. പയ്യനെ ഞാൻ കണ്ടില്ല. പയ്യനെ ഞാൻ എത്തുന്നതിന് മുമ്പേ, ഉമ്മയെ കയറ്റുന്നതിന് മുമ്പേ തന്നെ കൊണ്ടുപോയിരുന്നു തോന്നുന്നു. അപ്പൊ അതിനുശേഷം പിന്നെ ഇനി ആരെങ്കിലും ഉണ്ടോന്ന് ഞാൻ ഉദ്യോഗസ്ഥരോട് ചോദിച്ചപ്പോഴത്തേക്ക് ഇനി ആളുണ്ട്, മേളിലാണെന്ന് പറഞ്ഞു. അങ്ങനെ ഉടനെ തന്നെ മേളിലോട്ട് പോയി. അപ്പം ഫുള്ള് ഭയങ്കര അതീവ ഗന്ധമായിരുന്നു. ഗ്യാസിന്റെ അതീവ ഗന്ധമായിരുന്നു. പിന്നെ ഉദ്യോഗസ്ഥരെല്ലാരും കൂടെ ചേർന്ന് ഗ്ലാസുകളൊക്കെ തുറന്നിട്ടൊക്കെയാണ് ഉള്ളിലേക്ക് കയറിയത്. പിന്നെ മേളിൽ ചെന്നപ്പോഴത്തേക്ക് കുട്ടി ഇരിക്കുന്ന നിലയിലായിരുന്നു, അടികൊണ്ട് ഇരിക്കുന്ന നിലയിലായിരുന്നു. നന്ദി ജലീൽ. ഏതായാലും താങ്കളിലേക്ക് അല്പസമയത്തിനകം വരാമെന്ന് കരുതുന്നു. കുറച്ചുകൂടി വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് കൂടി ടെലിഫോൺ ലൈനിലുണ്ട്, ശ്രീ പി.വി. രാജേഷ്. ശ്രീ രാജേഷ്, താങ്കൾ അവിടെ എവിടെയാണ്? ആശുപത്രിയിലാണോ? എവിടെയാണുള്ളത്? അല്ല, ഞങ്ങൾ ഈ വീടിന്റെ തൊട്ടടുത്ത 2 മരണം നടന്നല്ലോ, അങ്ങോട്ട് പോവുകയാണ്. അങ്ങോട്ട് പോകാൻ താങ്കൾക്ക് പരിചയമുള്ള കുടുംബമാണോ ഇത്? ഞങ്ങൾ കണ്ടിട്ടുള്ള കുടുംബമാണ്. ആ പയ്യനെ, ഈ കൊല ചെയ്ത പയ്യനെ നമുക്ക് നേരിട്ട് അറിയാവുന്നത്, സ്ഥിരമായി കാണുന്ന പയ്യനാണ്. എന്താ അവന്റെ ജോലി? എന്താ അങ്ങനെ വല്ലതും ഉണ്ടോ? ജോലി ഇപ്പൊ ജോലിക്കൊന്നും പോകുന്നില്ല. ചെറിയ ഹ്രസ്വകാലം ഒരു